നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും. നമ്മളിന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസം 26 തീയതി മുതൽ ജൂൺ മാസം 6 തീയതി വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അശ്വതി സുവ്യക്തമായ നിലപാടും സർവ വാദങ്ങൾക്കും വഴിയൊരുക്കാൻ ഇടവരും. വിട്ടുവീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഭരണി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കാൻ ഇടയാവും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഒപ്പുവയ്ക്കും. ബിസിനസ്സിൽ വിദഗ്ധോപദേശം തേടാൻ ഇടയാകും. കാർത്തിക വ്യവസായ രംഗം പുരോഗതി കൈവരുന്നതിനാൽ വിതരണ രംഗം വിപുലമാക്കുവാൻ പുതിയ ജോലിക്കാരെ അന്വേഷിക്കേണ്ടി വരും. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ ആത്മസംതൃപ്തിക്ക് ഇടവരും. രോഹിണി സമാധാനമായി പരീക്ഷ എഴുതുവാൻ സാധിക്കും. മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ അന്യ യാത്ര പുറപ്പെടും. പ്രയത്നങ്ങൾക്ക് അന്തിമ ഫലം ഉണ്ടാകാൻ ഇടവരും. ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാഹചര്യം ഉണ്ടാകും. മകയിലും പുതിയ ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കും. ചെയ്യാത്ത കുറ്റത്തിന് ചീത്തപ്പേര് കേൾക്കാൻ ഇടയാകും. സാമ്പത്തിക ദുരുപയോഗം ചെയ്യുന്ന ജോലിക്കാരെ പിരിച്ചുവിടേണ്ടി വരും. കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. തിരുവാതിര അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകർ അവധി ആയതിനാൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. പുണർന്നം പണം കൈകാര്യം ചെയ്യുന്ന വളരെയധികം ശ്രദ്ധിക്കണം. പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് വിഭാവന ചെയ്യാൻ ഇടവരും. പൂയം രോഗപീഠകളാൽ ശാരീരിക അസ്വാസ്ഥ്യം കുറഞ്ഞിരിക്കും. കുടുംബ രംഗങ്ങളിൽ ആത്മാർത്ഥമായ സേവനം നടത്തും. കീഴ് ജീവനക്കാരുടെ അശ്രാന്ത പരിശ്രമത്താൽ
ഏറ്റെടുത്ത ജോലി തൃപ്തിയാക്കും. ആയില്യം സമാന ചിന്താഗതികൾ ഉള്ളവരുമായ സംസർഗത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. മാന്യമായ പെരുമാറ്റത്തിന് അവലംബിക്കാൻ പ്രേരണയുണ്ടാകും. നിലവിലുള്ള ഗ്രഹം നിർത്തിക്കൊണ്ട് വേറൊരു ഗ്രഹം നിർമ്മിക്കാൻ ഇടവരും. മകം വർഷങ്ങൾക്ക് മുമ്പ് കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടുവാൻ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പൂരം മേലധികാരിക്കു തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും. വിദേശ ഉദ്യോഗം പൂരം മേലധികാരികൾക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുവാൻ സാധിക്കും. വിദേശ ഉദ്യോഗം നഷ്ടപ്പെടുന്നതിനാൽ ജന്മനാട്ടിൽ വ്യാപാരം തുടങ്ങുവാൻ തീരുമാനിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഉത്രം കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും. ഔദ്യോഗികമായി ഉന്നത അധികാര പദവി ലഭിക്കും. പദ്ധതി ആസൂത്രണങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഇടവരും. അർത്ഥം തൊഴിൽ മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഭക്ഷണ ക്രമീകരണങ്ങളുടെ അപകടത്താൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ ഇടയാവും. കൂടുതൽ ചുമതലകൾ ജോലിയിൽ ഏറ്റെടുക്കേണ്ടി വരും. ചിത്തിര ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശനം നടത്തും. വിജ്ഞാനികളുടെ ഫലങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനത്താൽ എടുക്കുവാൻ ഉപകരിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകും. ചോതി പാഠ്യവിഷയങ്ങളില്ല അനാവശ്യമായ ആദി ഒഴിവാക്കണം. എന്തൊരു ഉപദേശത്താൽ അപരിചിതരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇടവരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വിശാഖം പ്രവൃത്തി മണ്ഡലങ്ങളിൽ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് പോകാൻ ഇടവരും. അനിഴം ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. ആധ്യാത്മികമായ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴി ഒരുക്കും. തൃക്കേട്ട കാര്യനിർവഹണ ശക്തിയുള്ള പുത്രന്റെ സമീപനത്തിൽ ആശ്വാസം കണ്ടെത്തും. വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. മത്സരരംഗങ്ങളിൽ വിജയിക്കാൻ ഇടയാകും. മൂലം നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. സ്വത്ത് തർക്കം രമ്യമായി പരിഹരിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. പൂരാടം തർക്കവും മധ്യസ്ഥർ മുഖാന്തരം പരിഹാരം ഉണ്ടാക്കും. ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ഇടയാകും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ
പരുത്തുവാൻ നിർബന്ധിതനാകും. ഉത്രാടം ചിരപരിചിതമായ സ്വന്തം ദൃഷ്ടി പകർത്തുള്ളതുമായ പ്രവൃത്തികൾക്ക് പണം മുടക്കും. പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യതകളാൽ മാറി താമസിക്കുവാൻ ഇടവരും. പൗത്രാദികളുടെ ആഗമനം ആശ്വാസത്തിന് വഴി ഒരുക്കും. തിരുവോണം മനസാക്ഷിക്ക് വിശുദ്ധമായ പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയാൻ പ്രേരണയുണ്ടാകും. ദീർഘകാലത്തെ ശ്രമത്തിനു ശേഷം പദ്ധതി സമർപ്പണത്തിന് തയ്യാറാകും. അവിട്ടം ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും. സമയോചിതമായ ഇടപെടലുകളാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. പുത്രന്റെ ഉപരിപഠനാർത്ഥം പട്ടണത്തിലേക്ക് താമസം മാറ്റേണ്ടി വരും. ചതയം ഊഹാപോഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അന്വേഷിച്ചറിയാതെ പ്രതികരിക്കരുത്. കാര്യകാരണ സഹിതം സമർപ്പിച്ച പദ്ധതികൾ അനുകൂല പ്രതികരണം ഉണ്ടാകാൻ ഇടവരും. പൂരിട്ടാതി സന്താനങ്ങളുടെ ശ്രേയസ്സിനായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടി വരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും. വിശ്വസ്ത സേവനത്തിനായി പ്രശസ്തി പത്രം ലഭിക്കും. തൃട്ടാതി നടപടിക്രമങ്ങളിൽ വ്യക്തത പാലിക്കും. വിദഗ്ധോപദേശം സ്വീകരിച്ച് സുരക്ഷാ പദ്ധതികളിൽ പണം മുടക്കും. സാമ്പത്തിക കാരണങ്ങളാൽ വിദേശയാത്രയ്ക്ക് തടസ്സം അനുഭവപ്പെടും. രേവതി കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. പരിചിതമായ മേഖലകളിൽ പണം മുടക്കും. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല ഫലം ഉണ്ടാകാൻ ഇടയാകും. ഇതോടുകൂടി ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് മറക്കരുത്. നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും.